Where the church is weak in prayer, there the unity is also weak. എവിടെ പ്രാർത്ഥന ശക്തമല്ലാതെ ഇരിക്കുന്നുവോ അവിടെ അവരുടെ ഐക്യതയും ശക്തമല്ലാതെ ആയി പോകുന്നു. It is important for us to remember that God is the very source of our Christian unity. നാം നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഐക്യതയുടെ സ്രോതസ് എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവം മാത്രമാണ്. Unity in the church comes when the church is immersed in the life of God. സഭയ്ക്ക് ഐക്യത ഉണ്ടാകണമെങ്കിൽ സഭ ദൈവത്തിന്റെ ജീവനിൽ നിമഗ്നമാവണം. One of the most beautiful things about John's gospel is its depiction of the Trinitarian reality. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രിത്വ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്ന വിധമാണ്. God is found in three persons. ദൈവം മൂന്ന് ആളത്വങ്ങളിൽ പ്രത്യക്ഷമാവുന്നു. The Father, the Son and the Holy Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. Somebody asked a Christian leader, do you worship three gods? ഒരു മനുഷ്യൻ ഒരു ക്രിസ്തീയ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ മൂന്ന് ദൈവങ്ങളെയാണോ ആരാധിക്കുന്നതെന്ന്. Because really it doesn't make any sense. It doesn't make sense when you say God is one and then you say Father, Son and Holy Spirit. കാരണം നിങ്ങൾ പറയുന്ന ഈ ഐക്യതയ്ക്ക് ഒരു പ്രത്യേക അർത്ഥം തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. So he said to this Christian leader, simple mathematics tells us 1 plus 1 plus 1 equals 1. ഈ അക്രൈസ്തവനായ മനുഷ്യൻ ക്രിസ്തീയ നേതാവിനോട് പറഞ്ഞു, equals 3, isn't it? ക്രിസ്തീയ നേതാവിനോട് പറഞ്ഞു, എന്റെ കണക്ക് ബോധമനുസരിച്ച് 1+1+1 എന്ന് പറഞ്ഞാൽ 3 ആണ്. So he was very clever. He said, I caught this leader. 1 plus 1 plus 1 equals 3. So you're really talking about three gods. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു മിടുക്കനായി എന്നൊരു വിചാരമുണ്ട്, ഞാൻ ഈ ക്രിസ്തീയ നേതാവിനെ ഒരു കണക്ക് പറഞ്ഞ് തോൽപ്പിച്ചു എന്നൊരു ചിന്ത. And the leader smiled and told him, but mathematics also tells us 1 times 1 times 1 equals 1. അദ്ദേഹം മറുപടിയായി പറഞ്ഞു, കണക്ക് തന്നെ നമ്മളോട് പറയുന്നത് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. Therefore the Trinity is a mystery. തൃത്വം എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. If you read John's gospel, you find that it describes the Father in the Son and the Son in the Father. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന്. How can A be in C and C be in A? എ എന്ന് പറയുന്ന അക്ഷരം ബിയിലും ബി അല്ലെങ്കിൽ സി എന്ന് പറയുന്ന അക്ഷരം ബിയിലും ബി എന്ന് പറയുന്ന അക്ഷരം എയിലും ഒക്കെ എങ്ങനെയാകാൻ സാധിക്കും? We are getting a bit disoriented when we talk about the Trinity. ഈ തൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സാധാരണയാണ്. The theologians call this perichoresis. ദൈവശാസ്ത്രത്തിൽ ഇതിനെ പെരിക്കോർസിസ് എന്നാണ് പറയുന്നത്. That the mysterious relationship between Father, Son and Holy Spirit is in their love for one another. They flow into one another. They empty themselves into one another. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പരസ്പരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പരസ്പരം മറ്റുള്ളതിനു വേണ്ടി ശൂന്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരമായ അനുഭവമാണ്. And so in John chapter 5 verse 19 Jesus says, I tell you the truth. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യമായി നിങ്ങളോട് പറയുന്നു. The Son can do nothing by himself. പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. He can do only what he sees his Father doing. അവൻ പിതാവിൽ നിന്ന് കണ്ടിരിക്കുന്ന, പിതാവ് ചെയ്യുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നു. Because whatever the Father does, the Son also does. പിതാവ് ചെയ്യുന്നതൊക്കെയും പുത്രനും ചെയ്യുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. We see this repeated again and again in the way Jesus described his relationship with his Father. ഇത് പല പ്രാവശ്യം യേശു പിതാവുമായിട്ടുള്ള ബന്ധത്തെ ചിത്രീകരിക്കുമ്പോൾ ആവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. In John 4:34 Jesus says, my food is to do the will of him who sent me and to finish his work. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്നെ അയച്ചവന്റെ വേല നിറവേറ്റുന്നത് തന്നെ എന്റെ ആഹാരമെന്ന്. So here we find in the Trinity perfect unity. തൃത്വത്തിലാണ് നാം സമ്പൂർണമായ ഐക്യത ദർശിക്കുന്നത്. There is a self-emptying of one
person in the Trinity into another person in the Trinity. തൃത്വത്തിലെ ഒരാളത്വം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യമാക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത്. Father, Son and Holy Spirit glorify one another. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം മഹത്വപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു. There is a profound unity in the Trinity. വളരെ ശക്തമായ ഒരു ഐക്യത ഈ തൃത്വത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നതായി നാം കാണുന്നു. And as the Lord's church, when we are immersed in this Trinitarian life, we get caught up in the unity of God. ക്രിസ്തു സഭയായ നാം കർത്താവിന്റെ ഈ തൃത്വത്തിലേക്ക് മുഴുകുമ്പോൾ നമുക്കും ഈ വലിയ ഐക്യത സ്വായത്തമാകും, അനുഭവമാകും. But we all know that this unity does not come cheap. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി, ദൈവം നമുക്ക് നൽകുന്ന ഈ ഐക്യത വില കുറഞ്ഞത് നിസ്സാരമായ ഒന്നല്ല. There was a very heavy price paid for this unity. ഈ ഐക്യതയ്ക്ക് വേണ്ടി ദൈവം വലിയൊരു വിലയാണ് നൽകിയത്. We all know that all of us have fallen. We have sinned against the living God. We have fallen short of the glory of God. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതി, നാം എല്ലാവരും ദൈവസന്നിധിയിൽ പാപം ചെയ്ത് വീണുപോയവരാണ്. Each of us is selfish and self-centered in our unredeemed nature. നാം എല്ലാവരും സ്വാർത്ഥരും സ്വയകേന്ദ്രീകൃതരുമായി നമ്മുടെ രക്ഷയുടെ മുൻപുള്ള നാളുകളിൽ ജീവിച്ചവരാണ്. Even after conversion, we still struggle. നാം വീണ്ടെടുപ്പിന് ശേഷവും ഈ പ്രത്യേക സ്വാർത്ഥത എന്നുള്ള വികാരത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.